സ്നേഹിതരെ, വിശുദ്ധ കുർബാനയുടെ പഠനവുമായി ബന്ധപ്പെട്ട 12ാം ഭാഗത്തോട്ടാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. ദൈവത്തിന് സ്തുതി. ഓശാന ഗീതത്തിന് തൊട്ടുമുമ്പുള്ള പുരോഹിതൻ്റെ പ്രാർത്ഥനയോടുകൂടി ഇന്ന് നമുക്ക് തുടങ്ങാം. ഈ പ്രാർത്ഥനയിലെ ചില ഭാഗങ്ങൾ ശ്രവിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തിരുത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിലും നിന്ന് സ്തുതിയും, എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും, എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉന്നതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ഈ പ്രാർത്ഥന നമുക്ക് പറഞ്ഞു തരുന്നു. യേശയ്യാ പ്രവാചകൻ്റെ ദർശനമാണ് പുരോഹിതൻ ഈ പ്രാർത്ഥനയിലൂടെ വിവരിക്കുന്നത്. യേശയ്യാ 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇത് വിവരിക്കുന്നുണ്ട്. പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ എന്ന് സ്വർഗീയവാസികൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ ഈ ദർശനം മനസ്സിൽ കണ്ട് മാലാഖമാരോടൊത്ത് നാം ഓശാന ഗീതം ആലപിക്കണം. ഹൃദയവിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയർത്തിയ വ്യക്തിക്ക് മാത്രമേ ഈ അനുഭവത്തിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സഭ പറയുന്നത്. പെസഹയുടെ നാളുകളിൽ ജെറുസലേമിലേക്ക് പ്രവേശിച്ച യേശുവിനെ ഓശാന പാടി എതിരേറ്റ ജെറുസലേം നിവാസികളുടെ ഗീതം അനുസ്മരിക്കാം. ഞങ്ങളെ രക്ഷിക്കണമേ എന്നവർ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഈ സമയം പുരോഹിതൻ പരിശുദ്ധ ത്രിത്വത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. വീണ്ടും പുരോഹിതൻ ദൈവജനത്തിന് നേരെ നോക്കി പ്രാർത്ഥന യാചിക്കുന്നുണ്ട്. സമൂഹം ഒന്നടങ്കം ഈ പുരോഹിതന് വേണ്ടിയും ലോകം മുഴുവൻ അർപ്പിക്കുന്ന ഈ ബലിയിൽ സ്വർഗം സംപ്രീതനാകുവാനും പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗമായ സ്ഥാപന വചനം മനസ്സിലാക്കാം. യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മ ദൈവജനത്തിൻ്റെ മനസ്സിൽ കൊണ്ടുവരുവാനാണ് പരിശുദ്ധ കുർബാനയിൽ സ്ഥാപന വചനം ചൊല്ലുന്നത്. ഈശോയോടും ശിഷ്യന്മാരോടും ഒപ്പം നാമും സെഹിയോൻ ഊട്ടുശാലയിൽ എത്തിയതായി ആത്മന കാണണം. അക്കാലത്ത് യഹൂദരുടെ കുടുംബങ്ങളിൽ പെസഹായുടെ ദിവസം അടിമകൾ ആ കുടുംബത്തിലുള്ളവരുടെ കാല് കഴുകുന്ന പതിവുണ്ടായിരുന്നു. ഈശോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി സ്വയം ചെറുതായി അവരെ എളിമ എന്ന പുണ്യം പഠിപ്പിച്ചു. കൂടാതെ ശുശ്രൂഷ മനോഭാവം അവരിൽ വളർത്തുവാനും ശ്രമിച്ചു. ഈശോ കുനിഞ്ഞു നിന്ന് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നത് മനസ്സിൽ കാണാം. ഈ ശുശ്രൂഷ മനോഭാവം തൻ്റെ ശരീരം ഭക്ഷിക്കുന്ന തൻ്റെ ജനത്തിനുണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഈ കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാർമ്മികം ചൊല്ലുന്നത് ശ്രദ്ധിക്കാം. ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക്, ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഈ ഭാഗമൊന്ന് വിചിന്തനം ചെയ്യാം. യേശുവിൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും ഹൃദയത്തിൽ ധ്യാനിക്കണം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുവാൻ സമയമായെന്നറിഞ്ഞ ഈശോ തൻ്റെ അന്ത്യത്താഴ വേളയിൽ അപ്പമെടുത്ത് വാഴ്ത്തി നന്ദി പറഞ്ഞു. ശിഷ്യന്മാർ തന്നെ ഒറ്റയ്ക്കാക്കി ഓടിപ്പോകുമെന്നറിഞ്ഞിട്ടും, താൻ അതിക്രൂരമായ പീഡകൾ സഹിച്ച് മരിക്കുമെന്നറിഞ്ഞിട്ടും, തൻ്റെ ഉറ്റ സ്നേഹിതൻ പത്രോസ് തന്നെ തള്ളി പറയുമെന്നറിഞ്ഞിട്ടും, യൂദാസ് തന്നെ ഒറ്റിക്കൊടുക്കുമെന്നറിഞ്ഞിട്ടും, എല്ലാവരാലും നിന്ദിക്കപ്പെടുമെന്നറിഞ്ഞിട്ടും ഈശോ ശിഷ്യന്മാരോടൊത്ത് ഈ സമയത്ത് ഭക്ഷണം കഴിക്കാൻ അവസരം തന്നതിനെ ഓർത്ത് തൻ്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുകയാണ്. പിതാവായ ദൈവം നമുക്കും നന്മ മാത്രമേ നൽകുകയുള്ളൂ എന്ന ബോധ്യത്തോടെ നമ്മുടെ കഷ്ടപ്പാടിലും ഒറ്റപ്പെടലിലും നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. ഓരോ കുർബാനയും പ്രതീക്ഷയുടെ തിരുനാളാണ്. തിരുവോസ്തിയുള്ള പീലാസ കൈകളിലെടുത്ത് പുരോഹിതൻ ഇപ്രകാരം പറയുന്നു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ഈശോയുടെ സ്ഥാനത്ത് നിൽക്കുന്ന പുരോഹിതൻ ഇത് പറയുന്നത് എനിക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി അല്ല, മനുഷ്യകുലം മുഴുവനും വേണ്ടിയാണ്. ദാരിദ്ര്യത്തിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും, മാറാവ്യാധികളിൽ നിന്നും, തിന്മയിൽ നിന്നും, ശാപത്തിൽ നിന്നും, പാപത്തിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ സ്വതന്ത്രരാക്കുവാൻ, നിന്നെ പൂർണ്ണതയിലെത്തിക്കുവാൻ നീ
എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം കുടിക്കണം എന്നാണ് ഈശോ എന്നോട് ആവശ്യപ്പെടുന്നത്. കുഞ്ഞുങ്ങളെ, അതിനാണ് ഞാൻ പടയാളികളാൽ വലിച്ചിഴക്കപ്പെട്ടത്. അതിനാണ് ഞാൻ ചാട്ടവാർ അടിയേറ്റത്. അതിനാണ് ഞാൻ മാംസത്തുണ്ടുകൾ ശരീരത്തിൽ നിന്ന് പറഞ്ഞു പോയപ്പോൾ മിണ്ടാതെ സഹിച്ചത്. അതിനാണ് പീലാത്തോസിൻ്റെ അരമനക്കോടതിയിൽ നാണം കെട്ട് നിസ്സഹായനെപ്പോലെ നിന്നത്. അതിനാണ് കുരിശും ചുമന്ന് ശരീരമാസകലം ചോരയൊലിപ്പിച്ച് മറ്റുള്ളവരുടെ കളിയാക്കലേറ്റ് മറുപടി പറയാതെ നിന്നത്. അതിനാണ് അവരെൻ്റെ മുഖത്ത് കാറിത്തുപ്പിയപ്പോൾ ഒരു വികാരവും പ്രകടിപ്പിക്കാതെ മൂകനെപ്പോലെ നിന്നത്. അതിനാണ് ഗാഗുൽത്ത മലയിലേക്ക് വിങ്ങുന്ന മനസ്സുമായി കുരിശും ചുമന്ന് നീങ്ങിയത്. അതിനാണ് ഗാഗുൽത്ത മലയിൽ വെച്ച് കുരിശിലേക്ക് കൈകൾ വലിച്ചു നീട്ടി ആണിയടിച്ചപ്പോൾ മിണ്ടാതെ സഹിച്ചത്. അതിനാണ് എൻ്റെ രക്തധമനികൾ പൊട്ടി ചോര കുരിശിലൂടെ ഒലിച്ചിറങ്ങി ഗാഗുൽത്ത മലയിലെ മണ്ണിൽ വീഴുന്നത് കണ്ടപ്പോൾ എൻ്റെ അമ്മ അലമുറയിട്ട് കരയാതിരുന്നത്. അതിനാണ് പരിപൂർണം നഗ്നനായി കുരിശിൽ കിടന്നപ്പോൾ ചങ്ക് പൊട്ടി നോക്കി നിൽക്കുന്ന തൻ്റെ പെറ്റമ്മയെ കണ്ടപ്പോൾ ഹൃദയം തകരാതിരുന്നത്. അതിനാണ് തൻ്റെ തലയിൽ തറച്ചിരിക്കുന്ന മുള്ളാണിയുടെ ഇടയിൽ നിന്നും രക്തത്തുള്ളി മുഖത്തുകൂടി ഒഴുകിയപ്പോൾ തൻ്റെ കൈ കൊണ്ട് തുടയ്ക്കാൻ പറ്റില്ലല്ലോ എന്നോർത്തപ്പോൾ അലറി കരയാതിരുന്നത്. ഈശോയുടെ ഈ സഹനമാണ് വിശുദ്ധ കുർബാനയുടെ വില. മറ്റൊരു പ്രാർത്ഥനയിലും നമുക്ക് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കില്ല. ഈശോയുടെ കയ്യിൽ നിന്ന് ഈ അനുഗ്രഹം വാങ്ങുവാൻ ഈ സമയം നാം അവിടെ ദേവാലയത്തിൽ യേശുവിൻ്റെ സന്നിധിയിൽ ഉണ്ടാകണം. ഈ അനുഗ്രഹം കിട്ടുമെന്ന് വിശ്വാസമുണ്ടാകണം. ആ വിശ്വാസം നാം ഉറക്കെ പ്രഖ്യാപിക്കണം. ഭയഭക്തി ബഹുമാനത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് വിശ്വാസ പ്രഖ്യാപനമാണ്. എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് എന്നെ രക്ഷിക്കുവാൻ എനിക്ക് വേണ്ടി ബലിയായ ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് അറിയാതെ ഉരുവിട്ടു പോകുന്നു. ഈ സമയത്ത് ഈശോ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മോനെ, മോളെ, ഞാൻ വിഭജിക്കപ്പെട്ടതുപോലെ നിനക്ക് വിഭജിക്കാമോ? ഞാൻ ഇല്ലാതായതുപോലെ നിനക്ക് ഇല്ലാതാകാമോ? യേശുവിൻ്റെ ശരീരം കൊടുക്കപ്പെട്ട ശരീരമാണ്. ഇത് സ്വീകരിക്കണമെങ്കിൽ നാമും കൊടുക്കുന്നവരായിരിക്കണം. പണം മാത്രമല്ല നാം കൊടുക്കേണ്ടത്. നമ്മുടെ സ്നേഹം, വാത്സല്യം, സാന്നിധ്യം, സഹായം, കരുണ, നല്ല വാക്കുകൾ, നമ്മുടെ സമയം, ഇതെല്ലാം ആവശ്യമുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് ഈശോയുടെ ശരീരം പോലെ എൻ്റെ ശരീരവും വിഭജിക്കപ്പെടുന്നത്, കൊടുക്കപ്പെട്ട ശരീരമായി ഇങ്ങനെ ദൈവത്തിനു വേണ്ടിയും മനുഷ്യനു വേണ്ടിയും മുറിയപ്പെടാൻ തയ്യാറാവുന്നവർക്ക് കുർബാന അനുഭവമാവുകയുള്ളൂ. ചെറിയ ത്യാഗമെങ്കിലും ഓരോ കുർബാനയ്ക്കും മുമ്പ് ഏറ്റെടുക്കുവാൻ നാം തയ്യാറാകണം. ഇങ്ങനെ കുർബാനയിൽ ജീവിക്കുന്നവരുടെ കുടുംബം, സമൂഹം സ്വർഗമായിരിക്കും. നമ്മുടെ ഈശോ സഹിച്ചതുപോലെ നമുക്കും സഹിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പുരോഹിതൻ കാസ ഉയർത്തിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. അനേകർ എന്നതിൻ്റെ അർത്ഥം എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു മരിച്ചത് മനുഷ്യകുലം മുഴുവനും വേണ്ടിയാണ്. സെഹ്യോൻ ഊട്ടുശാലയിലായിരിക്കുന്ന നമ്മുടെ ഹൃദയം ഈശോയോടുള്ള സ്നേഹവും ഭയഭക്തി ബഹുമാനവും കൊണ്ട് നിറയണം. ഇത് പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. പുരോഹിതൻ പറയുന്ന ഈ ഭാഗമൊന്ന് മനസ്സിലാക്കാം. പഴയ ഉടമ്പടി സീനായ് മലയിൽ വെച്ച് ഉറപ്പിക്കപ്പെട്ടത് കാളക്കുട്ടിയുടെ രക്തം ചിന്തിയാണ്. പുതിയ ഉടമ്പടി കർത്താവ് സ്ഥാപിക്കുന്നത് തൻ്റെ തന്നെ രക്തം ചിന്തിക്കൊണ്ടാണ്. ദേഹമാസകലം രക്തമൊഴുകി കുരിശിൽ കിടക്കുന്ന ഈശോയെ നമുക്ക് മനസ്സിൽ കാണാം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പാകെ നമ്മെ നീതീകരിക്കുന്ന മിശിഹായെ കണ്ണീരോടെ ആ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് നന്ദി പറയാം. അപ്പത്തിലുള്ള ഈശോയുടെ സാന്നിധ്യം മനസ്സിലാകണമെങ്കിൽ അവിടുത്തെ അറിയണം, അവിടുത്തെ വിശ്വസിക്കണം. അന്ത്യ അത്താഴത്തിന് ശേഷം കെദ്രോൻ അരുവി കടന്നു പോകുന്ന ഈശോയുടെ കൂടെ നമുക്കും പോകാം. ഗെത്സമൻ തോട്ടത്തിലിരുന്ന് അവൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും അടുത്ത് ചെന്നിരിക്കാം. ഈ സമയത്ത് ഈശോ പാടിയ സങ്കീർത്തനങ്ങളിൽ ഒന്ന് 118 സങ്കീർത്തനത്തിലെ 19 വാക്യമായിരുന്നു. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ നാം നീതീകരിക്കപ്പെട്ടത്. ഇത് വിശ്വസിക്കുമ്പോഴാണ് നീതിയുടെ വാതിൽ നമുക്കായി തുറക്കുന്നത്. വിശുദ്ധ കുർബാനയിലൂടെയാണ് നാം നീതീകരിക്കപ്പെടുന്നത്.
ഈശോയുടെ പീഡാനുഭവ യാത്രയിൽ നമുക്കും പങ്കെടുക്കാം. കുരിശിൻ ചുവട്ടിൽ മാതാവിനോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ചെവിയിൽ ഈ ശബ്ദം കേൾക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? ഇത് 22-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗമാണ്. ഈ നിലവിളി നാം ഓരോ കുർബാനയിലും കേൾക്കണം. ഓരോ കുർബാനയിലും നാം വേദനിപ്പിച്ചവരെയും നമ്മെ വേദനിപ്പിച്ചവരെയും ഓർത്ത് 22-ാം സങ്കീർത്തനത്തിൻ്റെ 2 വരിയെങ്കിലും ചൊല്ലണം. ദൈവത്തിന് സ്തുതി. ഇത് ഷെയർ ചെയ്ത് സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുകാരാവാം. താങ്ക് യു.